നമസ്കാരം. സൗത്ത് ഫസ്റ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ ദിവസങ്ങളോളം ചർച്ചയായ ഒരു വാക്ക് PM ശ്രീ. കേന്ദ്ര ഫണ്ട് വേണ്ടെന്ന് പറഞ്ഞ് ആദ്യം എതിർത്തു, പിന്നെ രഹസ്യമായി കരാറിൽ ഒപ്പിട്ടു. ഒടുവിൽ ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ CPIയുടെ ഒറ്റയാൾ പോരാട്ടത്തിന് മുന്നിൽ അടിപതറി ഒരു താത്കാലിക പിന്മാറ്റം. ഒരു വശത്ത് 1466 കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട്, മറുവശത്ത് ദേശീയ വിദ്യാഭ്യാസ നയത്തെ, അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP, ചെറുത്തു തോൽപ്പിക്കേണ്ട രാഷ്ട്രീയ നിലപാട്. ഈ ധർമ്മസങ്കടത്തിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന അതീവ രഹസ്യ നീക്കത്തിനൊടുവിൽ പദ്ധതിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒപ്പുവെക്കുന്നത്. ഈ നീക്കത്തിനെ അതിശക്തമായി എതിർത്ത് CPI മുന്നോട്ട് വരുന്നു. CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുമെന്ന് നിലവരെ എത്തിയ ആ പോരാട്ടത്തിൽ CPI നേടിയ രാഷ്ട്രീയ വിജയം എന്താണ് ഈ PM ശ്രീ? എങ്ങനെയാണ് ഈ പദ്ധതിയിലൂടെ ഇടതുമുന്നണിയിൽ കാർമേഘങ്ങൾ രൂപപ്പെട്ടത്? നമുക്ക് പരിശോധിക്കാം. PM ശ്രീ അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾ ഫോർ ഹോളിസ്റ്റിക് ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ രാജ്യത്തെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി. പക്ഷേ ഇതിന് ഒരു മറുവശമുണ്ട്. അതായത് PM ശ്രീയിലൂടെ ദേശീയ വിദ്യാഭ്യാസ നയം NEP നടപ്പിലാക്കുക എന്ന ഗൂഢലക്ഷ്യം BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരിനുണ്ടെന്ന ആരോപണം ശക്തമാണ്. NEPയെ തുടക്കം മുതൽ എതിർത്ത സംസ്ഥാനമാണ് കേരളം. കാരണം വ്യക്തമാണ്. NEP എന്നത് RSS അജണ്ട നടപ്പിലാക്കാനുള്ള, അതായത് വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള കുറുക്ക് വഴിയായി BJP കാണുന്നു എന്ന് ഇടതുപക്ഷം വിശ്വസിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ NEPയോടും PM ശ്രീയോടും മുഖം തിരിച്ചു. എന്നാൽ കേന്ദ്രം തിരിച്ചടിച്ചത് കേന്ദ്രവിഹിതം തടഞ്ഞുവെക്കുന്നതിലൂടെയായിരുന്നു. കേന്ദ്രവിഹിതം കിട്ടാത്തത് സാമ്പത്തികമായി ഞെരുങ്ങുന്ന കേരളത്തിന് കനത്ത പ്രഹരമായി. അങ്ങനെ ഫണ്ടോ നിലപാടോ മുഖ്യം എന്ന ചോദ്യത്തിനു മുന്നിൽ CPM നിലപാട് അവധിക്ക് വെച്ചു. കേന്ദ്രവിഹിതം നേടാൻ തീരുമാനിച്ചു. പക്ഷേ CPIക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കേന്ദ്രത്തിന്റെ ഈ നയത്തെ അംഗീകരിച്ചാൽ രാജ്യമെമ്പാടുമുള്ള ഇടതുപക്ഷത്തിന്റെ വിദ്യാഭ്യാസ പോരാട്ടങ്ങൾ ദുർബലമാകും എന്ന് CPI നിലപാടെടുത്തു. CPIയെ ചൊടിപ്പിച്ച് മറ്റൊരു സംഗതി കൂടി ഉണ്ടായിരുന്നു. അത് PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിടാനുള്ള CPIMന്റെ ഏകപക്ഷീയ തീരുമാനമായിരുന്നു. മന്ത്രിസഭയിൽ 2 വട്ടം വന്ന് എന്നാൽ നയപരമായ തീരുമാനത്തിനായി മാറ്റിവെക്കപ്പെട്ട ഒരു വിഷയം എങ്ങനെ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ സാധിക്കുമെന്ന ചോദ്യം CPI ഉയർത്തി. അതും പൊതുസമൂഹത്തിനു മുന്നിൽ. ഇടതുമുന്നണി അറിഞ്ഞില്ല, മന്ത്രിസഭ അറിഞ്ഞില്ല, സർക്കാരിന് കൂട്ടുത്തരവാദിത്വമില്ല തുടങ്ങി ഇതെന്ത് സർക്കാർ എന്ന ഗുരുതരമായ ചോദ്യം വരെ CPI ഉയർത്തി. ഫണ്ടല്ല, ആശയമാണ് വലുത് എന്ന് CPI നിലപാടെടുക്കുകയും മന്ത്രിസഭാ ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിലേക്ക് പോവുകയും ചെയ്തതോടെ CPIM സമ്മർദ്ദത്തിലായി. ഇതിനിടയിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് നടത്തിയ അനുനയ നീക്കങ്ങൾ പാളുന്ന കാഴ്ചയും സംസ്ഥാനം കണ്ടു. അങ്ങനെ ഗത്യന്തരമില്ലാതെ CPIMന് തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നു. മുഖ്യമന്ത്രി തന്നെ പുതിയ തീരുമാനം അറിയിക്കുകയുണ്ടായി. PM ശ്രീ നടപ്പിലാക്കുന്നതിനുള്ള കരാർ തത്കാലത്തേക്ക് മരവിപ്പിക്കും. വിഷയം പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ 7-അംഗ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തി. പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ CPI മന്ത്രിമാരായ K രാജൻ, P പ്രസാദ് അടക്കമുള്ളവർ സമിതിയിലുണ്ട്. ഇതായിരുന്നു ആ തീരുമാനം. അങ്ങനെ മുന്നണിയിലുണ്ടായ ആശയയുദ്ധത്തിൽ CPIക്ക് ലഭിച്ചത് വ്യക്തമായ മേൽക്കൈയാണ്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ പ്രതിസന്ധി അവസാനിച്ചതിന്റെ ആശ്വാസം CPIMനുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ഫണ്ട് ലഭ്യത ചൂണ്ടിക്കാട്ടിയപ്പോൾ CPI പറഞ്ഞത് കേന്ദ്രം പണം തരില്ലെങ്കിൽ ജനങ്ങൾ തരും എന്നാണ്. CPIM പറഞ്ഞത് പ്രായോഗികതയായിരുന്നു, എന്നാൽ CPI ആശയവും. ഈ ആദർശ പോരാട്ടത്തിൽ താൽക്കാലികമായെങ്കിലും CPI ജയിച്ചു. അതിലൂടെ അവർ പറയാതെ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഇടതുമുന്നണിയിൽ അവർ ഒരു തിരുത്തൽ ശക്തിയായി നിലകൊള്ളുമെന്ന്. എന്നാൽ ചില ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. സംസ്ഥാന മന്ത്രിസഭ അംഗീകരിക്കാതെ ഒരു വകുപ്പ് സെക്രട്ടറിക്ക് കരാറിൽ ഒപ്പുവയ്ക്കാൻ പറ്റുമോ? അതിന് നിയമസാധുതയുണ്ടോ? കരാർ ഒപ്പിട്ടതിനു ശേഷം മന്ത്രിസഭാ ഉപസമിതി അതിനെപ്പറ്റി പഠിക്കുന്നത് എന്തിനാണ്? ധാരണാപത്രം ഒപ്പിട്ട സ്ഥിതിക്ക് താത്കാലിക മരവിപ്പിക്കൽ സാധ്യമാണോ? ഈ താത്കാലിക മരവിപ്പിക്കൽ തന്നെ ഒരു തന്ത്രം മാത്രമാണ്. മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് എന്തായിരിക്കും? PM ശ്രീയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറാൻ കേരളത്തിന് സാധിക്കുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി കേരള രാഷ്ട്രീയം കാത്തിരിക്കുകയാണ്. കാത്തിരുന്ന് കാണാം ഫണ്ടിനോ നിലപാടിനോ അന്തിമ വിജയമെന്ന്. സൗത്ത് ഫസ്റ്റ് മലയാളം ഈ വിഷയം തുടർന്നും നിങ്ങളെ അറിയിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക.